സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ പെൻഷൻകാരുടെയും മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിന് മന്ത്രിസഭ അനുമതി നൽകി. രണ്ടാം ഘട്ടത്തിൽ അടിസ്ഥാന ഇൻഷുറൻസ് പരിരക്ഷ 3 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷമായി ഉയർത്തും. പ്രൊഡ്യൂസർ അസോസിയേഷനെതിരായി വിമർശനത്തിൽ ഉറച്ച് സാന്ദ്ര തോമസ്. സ്ക്രൂട്ടണിയുടെ പേരിൽ നടന്നത് നാടകമാണെന്നും ആവർത്തിച്ചു സാന്ദ്ര. സംഘടനയിലെ ചെറിയ വിഭാഗം മാത്രം എതിരെ നിൽക്കുമ്പോൾ സിനിമാ മേഖലയിൽ ഭൂരിഭാഗവും തന്നെ പിന്തുണയ്ക്കുന്നവരാണെന്നും സംഘടനയിൽ സ്ത്രീകൾക്ക് അനുകൂല സാഹചര്യം ഉണ്ടാക്കാൻ ശ്രമം തുടരും, കോടതിയിൽ നിന്ന് അനുകൂലമായ തീരുമാനം ഉണ്ടാകുമെന്നുമാണ് പ്രതീക്ഷ എന്നും സാന്ദ്ര തോമസ്. പാലിയേക്കര ടോൾ പ്ലാസയിൽ ടോൾ പിരിക്കുന്നത് 4 ആഴ്ചത്തേക്ക് തടഞ്ഞ് ഹൈക്കോടതി. ഇടപ്പള്ളി മണ്ണൂത്തി ദേശീയപാതയിൽ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിൽ വീഴ്ച വരുത്തിയതോടെ പാലിയേക്കര ടോൾ പിരിക്കുന്നത് തടഞ്ഞത്. നടി ശ്വേത മേനോനെതിരെ കേസ്. അശ്ലീല സിനിമകളിലൂടെ പണം സമ്പാദിക്കുമെന്ന് പരാതി. മാർട്ടിൻ മെനാച്ചറി എന്ന വ്യക്തി നൽകിയ പരാതിയിലാണ് കേസ്. ഇമ്മോറൽ ട്രാഫിക് പ്രിവെന്റേഷൻ ആക്ടിൽ 5(3) വകുപ്പുകൾ പ്രകാരവും ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ 67A വകുപ്പ് പ്രകാരവുമാണ് കേസെടുത്തിരിക്കുന്നത്. സംസ്ഥാനത്ത് വെള്ളിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യത. ശക്തമായ മഴയ്ക്ക് സാധ്യത കണക്കിലെടുത്ത് വെള്ളിയാഴ്ച വരെ വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചു.